ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായ ഖാലിദ് ജമീലിന് കീഴിലുള്ള ദേശീയ ഫുട്ബോൾ ടീമിന്റെ ക്യാമ്പാണ് നിലവിൽ ബാംഗ്ലൂരുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയറിൽ സിംഗപ്പൂരിനെതിരെയുള്ള മത്സരത്തിനൊക്കെ മുന്നോടിയായിട്ടുള്ള ക്യാമ്പാണ്. നമുക്കറിയാം, ഡ്യൂറന്റ് കപ്പ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് താരങ്ങൾ കൂടി ക്യാമ്പിൽ എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഓരോ താരങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ക്യാമ്പ് സജീവമാണ്. നമുക്കറിയാം, ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി പോയത്. മനോലോ മാർക്കസിനെയൊക്കെ ദേശീയ ടീമിന്റെ പരിശീലകനായി കൊണ്ടുവന്നു. അദ്ദേഹം വന്നതിന് ശേഷം വിരമിച്ച സുനിൽ ഛേത്രിയെ തിരിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ടും ശരിക്കും ഒരു തിരിച്ചു കൊണ്ടുവന്ന് സുനിൽ ഛേത്രിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ സമയമാണെങ്കിൽ പോലും ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഗോർ സ്റ്റിമാച്ച് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ശരിക്കും ആദ്യ ഫിഫ റാങ്കിൽ 100-നുള്ളിലൊക്കെ ഇഗോർ സ്റ്റിമാച്ച് ഉള്ള സമയത്തുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഫിഫ റാങ്കിങ്ങിൽ ഓരോ സമയത്തും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പിലേക്കൊക്കെ ഈ ഒരു സമയത്ത് 48 ടീമുകളൊക്കെ പങ്കെടുപ്പിച്ച് ഫിഫ വളരെ വിപുലമായ രീതിയിൽ നടത്തുമ്പോൾ ഇന്ത്യക്ക് ഇത്തവണയൊക്കെ ശരിക്കും യോഗ്യത നേടാനുള്ള സുവർണ അവസരമായിരുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ടീമുകൾക്കെതിരെ പരാജയപ്പെടുകയും സമനിലയൊക്കെ വഴങ്ങി വളരെ ദുർബലമായ രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും നമുക്കറിയാം, ISL-ൽ ജംഷഡ്പൂർ FC ശരിക്കും ഖാലിദ് ജമീലിന് കീഴിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഖാലിദ് ജമീലിനെ പോലൊരു ഒരു പരിശീലകൻ, ഒരു ഇന്ത്യൻ പരിശീലകൻ തന്നെയാണ് ശരിക്കും നിലവിലെ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ അവസ്ഥയിൽ ശരിക്കും ഒരു കോച്ചായിട്ട്, ഒരു പരിശീലകനായിട്ട് വരാൻ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ശരിക്കും അത് അറിയിക്കുന്നത്. നിലവിൽ ഖാലിദ് ജമീലിന് കീഴിൽ ഈ ഒരു ക്യാമ്പൊക്കെ തുടരുമ്പോൾ ശരിക്കും ആദ്യ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു മികച്ച കുറച്ച് സ്ട്രൈക്കർമാരെ കണ്ടെത്തുക എന്നതാണ്. പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ഖാലിദിന് കീഴിൽ ശരിക്കും അത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. സുനിൽ ഛേത്രിയെ ശരിക്കും ഈ ഒരു 33 അംഗ സ്ക്വാഡിലേക്ക് സുനിൽ ഛേത്രിയെ ഉൾപ്പെടുത്താതിരുന്നതും ഒരുപക്ഷെ അതായിരിക്കും. യുവതാരങ്ങളെ കണ്ടെത്തി കൂടുതൽ മത്സര പരിചയം ഒക്കെ വരുത്തി ഒരു മികച്ച ഒരു ടീം സെറ്റാക്കാനായിരിക്കും ശരിക്കും ഖാലിദ് ജമീൽ അദ്ദേഹത്തിന്റെ ആദ്യ ദൗത്യം അത് തന്നെയായിരിക്കും. എന്തായാലും സുനിൽ ഛേത്രി ഗോൾ അടിച്ചില്ലെങ്കിൽ ഇന്ത്യ വിജയിച്ചില്ല, അല്ലെങ്കിൽ സുനിൽ ഛേത്രി മാത്രമായിരുന്നു ഗോൾ അടിക്കാൻ ഉണ്ടാവുക എന്നുള്ള ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു സമീപകാലത്ത് മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും ഖാലിദ് ജമീൽ പരിശീലകനായതിനു ശേഷമുള്ള ക്യാമ്പ് സജീവമായിട്ട് നടക്കുകയുണ്ട് ബാംഗ്ലൂരിൽ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, പെട്ടെന്നൊരു മാറ്റമില്ലെങ്കിലും പതിയെ പതിയെ ഖാലിദിന് കീഴിലുള്ള ഒരു ഇന്ത്യൻ ടീമിന്റെ ഒരു മികച്ച പ്രകടനം, അല്ലെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഇന്ത്യൻ ടീമിനെ അദ്ദേഹം വാർത്തെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഖാലിദ് ജമീലിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇന്ത്യൻ താരങ്ങളെ അടുത്തറിയാവുന്നതാണ്. കാരണം ISL-ൽ ജംഷഡ്പൂർ FC പോലുള്ള ക്ലബ്ബുകളുടെ ഒക്കെ പരിശീലകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ചെറിയ യുവ താരങ്ങൾ പോലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹം ശരിക്കും എല്ലാ താരങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ ശരിക്കും താരങ്ങൾ മികവ് പുലർത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി ഖാലിദ് ജമീലിന്റെ കാലമാണ്. ഖാലിദ് ജമീലിന് കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിൽ കാര്യമായ വളർച്ച ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.